ഈ സമദാനി പ്രസംഗം മലയാളക്കരയ്ക്കാകെ ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ഒരു കാലമാണ്. നമ്മൾ പലതിനെയും കുറിച്ച് പറയുന്നത് പോലെ വളരെ ദീർഘമായ ഒരു സമദാനി കാലമുണ്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൽ. ഒരുപക്ഷെ കാസറ്റ് പ്രസംഗങ്ങളിൽ ഇത്രയും കൂടുതൽ പ്രസംഗങ്ങൾ വിറ്റഴിഞ്ഞിട്ടുണ്ടാവുക സമദാനിയോളം കേരളത്തിൽ ആർക്കും വരില്ല. അറബ് നാടുകളിൽ നിന്നും നാട്ടിലേക്കെത്തുന്നവർ സീരിയൽ കണക്കിന് ഇങ്ങനെ അടുക്കി വെച്ച കാസറ്റുകളുണ്ടല്ലോ, 12, 24, 36 എന്നൊക്കെ പറഞ്ഞ് തുടർച്ചയായ പ്രസംഗങ്ങളുടെ ഒരുപാട് കാസറ്റിൻ്റെ പരമ്പര തന്നെ സമദാനി പ്രസംഗങ്ങളുടെ ചരിത്രം കേരളത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ്, അടയാളപ്പെടുത്തുന്നതാണ്. കേരളത്തിന് ഒരുപാട് ജനങ്ങളെ സ്വാധീനിച്ചിട്ടുള്ള പ്രസംഗകരുണ്ടായിരുന്നു. അവരുടെയൊക്കെ കാലം കഴിഞ്ഞു പോയെങ്കിലും സമദാനി ഇപ്പോഴും തൻ്റെ പ്രതിഭാധനത്വത്തെ ഒരു മിന്നലാട്ടം പോലെ പ്രകടിപ്പിച്ചുകൊണ്ട് പല സന്ദർഭങ്ങളിലും പലയിടങ്ങളിലും പ്രത്യക്ഷപ്പെടാറുണ്ട്. ഞാനിത് ആമുഖമായി പറഞ്ഞത് വളരെ വ്യത്യസ്തമായ ദാറുൽ ഹുദ അറബിക് കോളേജ് എന്നോ മറ്റോ പറയുന്ന ഒരു കോളേജിൻ്റെ വാർഷിക സമ്മേളനത്തിലോ മറ്റേതോ പരിപാടിയിൽ സമദാനിയെ സ്വാഗതം ചെയ്യുന്ന അതോ നന്ദി പ്രകാശിപ്പിക്കുന്നതോ എനിക്കറിയില്ല, വളരെ വ്യത്യസ്തമായ ഒരു ഫോർമാറ്റിൽ ആ പ്രസംഗം കേട്ടപ്പോഴാണ് ഞാൻ ഇങ്ങനത്തെ കാലമൊക്കെ ആലോചിച്ചു പോയത്. എവിടങ്ങളിലായാലും ശ്രോതാക്കളുടെ വലിയ കൂട്ടമുള്ള, അതിനേക്കാളുപരി കേരളത്തിലെ ഒരു പ്രസംഗ പരമ്പര ഒരു നാടിൻ്റെയും ഒരു സംസ്ഥാനത്തിൻ്റെയും മുഴുവൻ ശ്രദ്ധയാകർഷിച്ച കോഴിക്കോട് കടപ്പുറത്തെ സ്വപ്നനഗരിയിലെ മദീനയിലേക്കുള്ള പാത എന്ന പ്രഭാഷണ പരമ്പരയൊക്കെ ഒരുപക്ഷെ ഒരുപാട് മനുഷ്യർക്ക് ഓർക്കാനും ചിന്തിക്കാനും ഒരുപാട് ഓർമ്മകളുള്ള ഒരു മഹാസംഭവങ്ങളായിരുന്നു എന്നതാണ് സത്യം. ഈ സമദാനി പ്രഭാഷണങ്ങളൊക്കെ ഒരർത്ഥത്തിൽ ഒരു സമാധാന പ്രഭാഷണങ്ങൾ കൂടിയാണ്. അദ്ദേഹം ഒരു ജനപ്രതിനിധിയായി പാർലമെൻറ്റിലേക്ക് പോകണമായിരുന്നോ അതല്ല ഒരു പ്രഭാഷകനായി തുടരണമായിരുന്നോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഞാൻ പറയുക, പാർലമെൻറ്റിൻ്റെ സാന്നിധ്യത്തെക്കാൾ ജനങ്ങൾക്കിടയിൽ അവർക്ക് ദിശാബോധം നൽകുന്ന പ്രഭാഷണങ്ങളുടെ അനിവാര്യത നോക്കുമ്പോൾ ഇന്ന് വല്ലാതെ വറ്റി വരണ്ട് കിടക്കുന്ന മരുഭൂമി പോലെ, ഊഷരഭൂമി പോലെയാണ് ഈ സമൂഹത്തിൻ്റെ ചിന്താപ്രതലം. അതിലേക്ക് പെയ്തിറങ്ങാൻ, അതിനെ ത്രസിപ്പിക്കാൻ, അതിലേക്ക് വളരെ വസന്തം തീർക്കുന്നത് പോലെ മനോഹരമായി വാക്കുകൾ കൊണ്ട് ഒരു വാഗ്മഴ സൃഷ്ടിച്ച് ഒരു മഴവില്ല് രൂപത്തിൽ മനോഹരമായ ആശയങ്ങൾ അടുക്കി വെക്കുന്ന പ്രഭാഷണത്തിന് ഇനിയും കാലം കാത്തിരിക്കുന്നു. സത്യത്തിൽ സമദാനിയെപ്പോലുള്ള പ്രഭാഷകർ പണ്ട് മദീനയിലേക്കുള്ള പാത എന്നതായിരുന്നു പ്രഭാഷണത്തിൻ്റെ വിഷയമെങ്കിൽ ഇനി മനുഷ്യനിലേക്കുള്ള പാത എന്ന തരത്തിൽ കുറഞ്ഞത് ഒരു വർഷം, ഒരു 3-4 ദിവസമെങ്കിലും ആ വരുന്ന ഒരു വർഷം കേരളം ചർച്ച ചെയ്യത്തക്കതുപോലെയുള്ള ആശയങ്ങൾ ചേർത്ത് വെച്ച് പ്രഭാഷണം നടത്തേണ്ടത് വളരെ അനിവാര്യമായ കാര്യമാണ് എന്നതാണ് എൻ്റെ ഒരു തോന്നൽ. അദ്ദേഹം തയ്യാറെടുപ്പോടെ വ്യത്യസ്തമായ ഒരു സമീപനത്തിൽ ചില ആശയങ്ങളെ പുറത്തേക്കിടാൻ തയ്യാറായാണ് വരുന്നതെങ്കിൽ ഇനിയും അദ്ദേഹത്തിന് വാക്കുകളുടെ, ആശയങ്ങളുടെ, ഉറുദു പ്രഭാഷണത്തിൻ്റെ, ഉറുദു കവിതകളുടെ, എന്തിന് അല്ലാമ മുഹമ്മദ് ഇക്ബാലിനെ പോലെയുള്ള ദാർശനികരെ ഗ്രാമങ്ങളിലും നാടുകളിലും കടലോരങ്ങളിലും മനുഷ്യഹൃദയങ്ങളിൽ ചർച്ചയാക്കിയ ഒരുപാട് ആ ഭൂതകാലത്തിൻ്റെ ബാക്കിയായ യൗവനം ഇപ്പോഴും ഉണ്ട് എന്നതാണ് ഒരു സത്യം. ഞാനും ഈ കരുനാഗപ്പള്ളിയിൽ നിന്ന് ഗോപൻ എന്നൊരു സുഹൃത്തുമായി അങ്ങ് സ്വപ്നനഗരിയിലേക്ക് ഈ പ്രസംഗം കേൾക്കാൻ ഏതാണ്ടൊരു 30 വർഷങ്ങൾക്കപ്പുറം പോയ സംഭവം എനിക്ക് ഓർമ്മയുണ്ട്. അവിടെ എത്തി കാത്തിരുന്നപ്പോൾ കടുത്ത മഴയും കൊടുങ്കാറ്റും ഞങ്ങളെ സ്വീകരിച്ച് ഭയപ്പെടുത്തി അന്ന് പ്രസംഗമില്ലാതെ തിരിച്ച് നിരാശയോടെ മടങ്ങേണ്ടി വന്ന ആ ദിവസത്തിൻ്റെ ഓർമ്മ ഇപ്പോഴും അദ്ദേഹവുമായി വേദിയിലിരിക്കുമ്പോഴും സംസാരിക്കുമ്പോഴുമൊക്കെ ഞാൻ ഓർക്കാറുണ്ട്. ഏതായാലും അത്തരമൊരു വേറിട്ട ഇൻട്രൊഡക്ഷനും അതിനോടുള്ള സമദാനിയുടെ പ്രതികരണവും ഒപ്പം അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഉറുദു പ്രഭാഷണവുമൊക്കെ അടങ്ങുന്ന ഈ ക്ലിപ്പ് ഏറെ കൗതുകമായി എനിക്ക് തോന്നി, നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. വളരെ ചെറുപ്പം മുതൽ നമ്മൾ കേട്ട് പരിചയിച്ച ശബ്ദമാണ്. ഞാൻ ഓർക്കാണ് സമദാനി സാഹിബ് കോട്ടക്കൽ കുറ്റിപ്പുറത്ത് ചെനക്കല പാറപ്പുറത്ത് റമദാൻ പ്രഭാഷണം നടത്തുന്ന അന്ന് നമ്മൾ പോയി പങ്കെടുത്തിട്ടുണ്ട്. സ്റ്റേഡിയത്തിൽ പ്രഭാഷണം നടത്തുന്നത് അന്നും പോയിട്ടുണ്ട്. കടപ്പുറത്തായപ്പോൾ അന്നും നമ്മൾ പോയിട്ടുണ്ട്.
സമദാനി സാഹിബിന്റെ ചില കോട്ടുകളൊക്കെ ഞാൻ ചിലപ്പോൾ ക്ലാസ്സിൽ ഉദ്ധരിക്കാറുമുണ്ട്. അപ്പൊ അത്രയും നമ്മൾ മനസ്സിൽ, അതുകൊണ്ടാണ് ദാർഹൃദയമായി വളരെ ദീർഘമായി ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു മഹനീയ വ്യക്തിത്വം കൂടിയാണ്. അവരിൽ നിന്ന് പല പൊതുപ്രവർത്തന രംഗത്ത് വളരെ പരിചയമുള്ള ബഹുമാന്യ വ്യക്തിത്വമാണ്. അവരിൽ നിന്ന് കുറെ നമുക്ക് പ്രബോധന മേഖലയിലും നമുക്ക് ഉപയോഗപ്പെടുത്താനുണ്ടാകും. അള്ളാഹു ദീർഘകാലം ഈ രംഗത്ത് തുടരാനും നമ്മോടുമായി സംവദിക്കാനൊക്കെ ഉള്ള ഒരു തൗഫീഖ് അദ്ദേഹത്തിന് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഉസ്താദിന്റെ വാക്ക് എന്നെ വികാരഭരിതനാക്കി. ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം എന്താ നിങ്ങൾക്കറിയോ? വികാരഭരിതനാവുക. ഞാൻ പറയാറുണ്ട്, സമദാനി സാഹിബിന്റെ ആമുഖങ്ങളൊക്കെ നിങ്ങൾ കേട്ട് പഠിക്കണം. ക്ലാസ്സിൽ ഞാൻ അവരോട് അത് ഒന്നും കൂടി ഇവിടെ ആവർത്തിക്കുകയാണ്. ഒരു പ്രഭാഷണം സമദാനി സാഹിബ് തുടങ്ങുന്നത്, കാലത്തിന്റെ മഹാപ്രവാഹത്തിനിടയിൽ ഭൂമിയിൽ വന്നവർ നാം, എവിടെ വെച്ചോ പരസ്പരം കണ്ടുമുട്ടാൻ വിധിക്കപ്പെട്ടവർ നാം, സ്നേഹത്തോടെ ജീവിതം ജീവിച്ചു തീർത്ത് തിരിച്ച് ഈ ഭൂമിയിൽ നിന്ന് മടങ്ങിപ്പോകേണ്ടവർ നാം. അടുത്തതാണ് ഇനി വളരെ പ്രധാനപ്പെട്ടത്. ദർശനത്തിന്റെ ചക്രവാളങ്ങളിലൂടെ കാലത്തിന്റെ വിളിയാളം പോലെ മുഴക്കപ്പെട്ട വചനങ്ങൾക്ക് അനുബന്ധം കുറിക്കേണ്ടവർ നാം. ഞാൻ തോറ്റു, ഞാൻ കീഴടങ്ങി. ഇതോടുകൂടി സദസ്സ് സമദാനി സാഹിബിന്റേതായി മാറുകയാണ്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ഏതായാലും വീണ്ടും വീണ്ടും ഞാൻ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്. അത് ബൗട്ടൈന്റെ പേരക്കുട്ടിയാണെന്നാണ് പറഞ്ഞത്. ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. മാഷാ അല്ലാഹ്. ഒരു രക്ഷയില്ല. ഞാൻ തന്നെ ഓർക്കണുണ്ടാവില്ല, അപ്പോഴാണ് എന്നെ പ്രകോപിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു കവിത ചൊല്ലാണ്. നമ്മൾ ബാറ്ററി ചാർജഡായി. ഞാൻ വന്നപ്പോ അത്ര ചാർജഡ് ആയിരുന്നില്ല. അപ്പൊ ചില്ലറ ചാർജിങ് ഒന്നുമല്ല ഇവിടെ നടക്കണത്. मैं ख्यालो ख्वाब की महफिले, उर्दू वालों के तवज्जो के लिए खास मैं गहरी दिलचस्पी से ये आपके सामने पेश करना चाहता हूँ और मेरे सब भाइयों के सामने. मैं ख्यालो ख्वाब की महफिले न बेक़द्र सजा सका, मैं ख्यालो ख्वाब की महफिले न बेक़द्र सजा सका, तेरे एक नजर के साथ ही मेरे सब इरादे बदल गए. അർത്ഥം പറഞ്ഞ അതിന്റെ സൗന്ദര്യം ഞാൻ കളയണില്ല. അത് അവിടുത്തെ ഉറുദുക്കാരായ സുഹൃത്തുക്കളൊന്നുകൂടി വിശദീകരിക്കും, അല്ലാത്തവർക്കും അറിയായിരിക്കും. सब लोग उर्दू पढ़ते हैं और सब लोग उर्दू पढ़ते हैं. मलयाली हमारे यहाँ उर्दू में तकरीर भी करते हैं. मैं जानता हूँ, समझता हूँ. 12 साल की सिलेबस. और मुझे महसूस, ഉറുദുവിലൊരു നല്ല വാക്കാണ് മെഹസൂസ്. ഹിന്ദിയിലെ ഉറുദു വാക്കുകൾ ഇല്ലാതാക്കാനുള്ള ഒരു പരിപാടിയൊക്കെ നടക്കുന്ന ഒരു കാലമാണ്. നിങ്ങൾക്കറിയാലോ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ ശ്രമിക്കുന്ന ഒരാള് പാർലമെന്റിൽ പ്രസംഗിച്ചപ്പോ മെഹസൂസ് എന്ന് പറഞ്ഞ്, അപ്പൊ ഞാനൊന്ന് നോട്ട് ചെയ്ത്, ഇതില്ലാതെ കഴിയില്ല എന്നർത്ഥം. ആ ഭാഷയുടെ സൗന്ദര്യമാണ് മെഹസൂസ്, എഹ്സാസ്. मैं ഖയാലോ ഖാബ് की महफिले, ഇങ്ങോട്ട് വന്നപ്പോ നബഖദ്ർ സജാ സകാ, ഭാവനയുടെയും സ്വപ്നത്തിന്റെയും സദസ്സുകളെ എനിക്ക് വേണ്ട പോലെ അലങ്കരിക്കാൻ കഴിയാതെ പോയി. ഇങ്ങോട്ട് വരുമ്പോഴേ എനിക്ക് വേണ്ടത്ര ആദാബ് പാലിച്ചോന്ന് എനിക്കറിയില്ല. मैं ख्यालो ख्वाब की महफिले न बेक़द्र सजा सका, तेरे एक नजर के साथ ही मेरे सब इरादे बदल गए. നിന്നെ കണ്ടതോടെ എന്റെ എല്ലാ ഉദ്ദേശവും മാറിപ്പോയി. അസ്സലാമു അലൈക്കും പറയാം. നിന്നേന്ന് ഉറുദുവില് താങ്കളെ എന്നുള്ള അർത്ഥത്തിലാണ്. തേരെ എന്ന് പറഞ്ഞ അപ്പ്, വളരെ സ്നേഹം കൂടുമ്പോ
जब प्यार हद से बढ़ गए सो सारे तकल्लुफ मिट गए. जब प्यार हद से बढ़ गए सारे तकल्लुफ मिट गए. आपसे फिर तुम हुए तुमसे फिर तू. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളരെ സന്തോഷമായി. ഇപ്പം ഇനി എവിടെ പോകുമ്പോഴും സൂക്ഷിക്കണം. ഇമ്മാതിരി അറിവിൻ പെട്ടി മാത്രമല്ല, ഓർമ്മപ്പെട്ടി, മനസ്സിൽ ഓർമ്മയുടെ വലിയ വലിയ ശേഖരങ്ങൾ സൂക്ഷിക്കുന്ന, പ്രത്യേകിച്ച് അതാണ് ദാറുൽ ഹുദയുടെ ഉസ്താദുമാരുടെ, അതാണ് ഇവിടുത്തെ ടീച്ചിങ് ഫാക്കൽറ്റി. അവർക്ക് അള്ളാഹു എല്ലാ സൗഭാഗ്യങ്ങളും നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇനിയും കാണാൻ നമുക്ക് ഇരുന്നിട്ട് നമുക്ക് ഈ മരച്ചോട്ടിൽ നമുക്ക് ഈ മുറ്റത്തിരിക്കണം ഇൻഷാ അല്ലാഹ്.